എല്ലാവർക്കും ജയാക്ക് എന്ന ചാനലിലേക്ക് സ്വാഗതം. ആൻഡമാനിൽ നിന്ന് ജയ ചേച്ചിയാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരു കുഞ്ഞാവയ്ക്കുള്ള ഉടുപ്പും കളിപ്പാട്ടത്തിനുമായിട്ട് വന്നപ്പോഴേ അവർ കുറേ ടോപ്സൊക്കെ എടുത്ത് കാണിച്ചു. എനിക്ക് വേണ്ട എങ്കിലും അവർ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാം ഒന്ന് നോക്കി. പിന്നെ ഞാൻ കിഡ്സിൻ്റെ സെഷനിലോട്ടാണ് പോയത്. മോൻ്റെ സ്കൂള് 12 മണിക്ക് ചുട്ടിയാവും. ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ 11:30 അപ്പോഴത്തേക്ക് എനിക്ക് പോകണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം നോക്കാമെന്ന് വെച്ചു. പുതിയ കടയാണ് കേട്ടോ, ആളും പേരും ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. വേറെ കടയിലെല്ലാം ആളുണ്ട്, ഇത് പുതിയ കട. പിന്നെ ഞാൻ ചെന്ന സമയവും ആ തിരക്കുള്ള ഒരു സമയം ആയിരുന്നില്ല, 11 മണി ആ സമയത്ത്. കളിപ്പാട്ടങ്ങളും എടുത്ത് കാണിച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കുട്ടികളുടെ ഡ്രസ്സും കൂടെ എന്നെ ഇടയ്ക്ക് കാണിച്ചു തരാം. പിന്നെ അവർ എൻ്റെ അടുത്ത് തന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചു. അതിൽ തന്നെ ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനൊരു കോട്ടൊക്കെ വന്നിട്ടുണ്ട്, കിഡ്സിൻ്റെ പടവും സൂപ്പർ ഹീറോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് തന്നെ സെലക്ഷൻ ചെയ്യാം, നല്ല കളറല്ലേ. പിന്നെ കളിപ്പാട്ടങ്ങൾ എന്തോ ബസ്, കാറ്, ലോറി അങ്ങനെ എല്ലാം എടുത്തിട്ട്. പക്ഷേ എന്തോ എനിക്ക് ആ മയിലിനകത്ത് ഒരു ബോട്ടും അല്ല വള്ളമല്ല, ആ രൂപത്തിലുള്ളത് നല്ലൊരു വള്ളം കണക്കുള്ളൊരു വള്ളക്കാരനൊക്കെ ഇരിക്കുന്നൊരു കളിപ്പാട്ടം ആൻഡമാൻ്റെ സീനറിക്ക് പറ്റിയത്, അത് തന്നെ ഞാൻ വാങ്ങിച്ചു. പിന്നെ കോസ്മെറ്റിക് ഐറ്റങ്ങളൊക്കെ കാണിച്ചു. അമ്മ 25 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആവുന്നു ലിപ്സ്റ്റിക്ക്. അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് കൂടിയതുകൊണ്ട് പിന്നെ ബാഗ്സ്, നെയിൽ പോളിഷ് എല്ലാം അവർ കാണിച്ചു. ഒന്നും വേണ്ട അവർ പറഞ്ഞ് എല്ലാം ഒന്ന് നോക്കി വെച്ചാൽ അടുത്ത ട്രിപ്പ് ഒരു ഐഡിയ കാണുമല്ലോ. ഇവിടെ വില കുറഞ്ഞത് തൊട്ട് കൂടിയ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അവർ ബില്ല് ചെയ്യുന്ന സമയത്ത് കട ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാച്ച് ചെയ്തു. ഇത് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ സെക്കൻഡ് പാർട്ടായിട്ട് തുടങ്ങിയ കടയാണ് കേട്ടോ. മറ്റേ കടയിൽ ഭയങ്കര ആളും തിരക്കും. ഇത് ബോട്ടുകെട്ടിയിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടുള്ള കടയാണ്, അതുകൊണ്ട് ആളൊക്കെ വളരെ കുറവാണ്. ഇനി പതുക്കെ അറിഞ്ഞറിഞ്ഞല്ലേ വരും. പിന്നെ കടയിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് മോൻ്റെ സ്കൂളിൽ മോനെ പിക്ക് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. ഇതുവരെ ഞാൻ അങ്ങനെ വിളിക്കാനായിട്ട് പോയിട്ടില്ല കേട്ടോ, സ്കൂൾ തുറന്നതൊക്കെ. അപ്പോൾ അവനൊരു സന്തോഷം കാണുമല്ലോ. ചെന്നപ്പോഴത്തേക്കും സ്കൂൾ ചുറ്റിയവൻ സ്കൂൾ വിടാനായിട്ട് ഇനിയും 10 മിനിറ്റും കൂടെ ഉണ്ട്. പിന്നെ അവർ പറഞ്ഞ് ഓഫീസ് റൂമിൽ വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞ്. അങ്ങനെ അതായത് നീളത്തിലാണ് കേട്ടോ സ്കൂൾ പോയിരിക്കുന്നത്, വീതി വളരെ കുറവാണ്. ഒരു 3 നില 4 നില അങ്ങനെ കെട്ടിയിരിക്കുകയാണ്. പിന്നെ കുഞ്ഞാവ് വരുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് വന്ന് വെളിയിൽ നിന്ന് അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ടീച്ചർമാരെ നോക്ക് ഓരോരുത്തരുടെ കൈ മാറി പിള്ളേർ നമ്മുടെ കയ്യിലെത്തിക്കുന്നുണ്ട്. പിന്നെ മോൻ്റെ സ്കൂളിൻ്റെ പേര് ലക്ഷ്യ പബ്ലിക് സ്കൂൾ എന്നാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മോൻ്റെ വണ്ടിയിൽ തന്നെ കയറിക്കൊള്ളാൻ പറഞ്ഞു. അതുകൊണ്ട് അവനൊരു കൂട്ടുകാരനെ കൊണ്ട് എൻ്റെ ക്യാമറ കണ്ടപ്പോഴേ അവന് നാണം. അവർ പിന്നെ കൈ കൊടുത്ത് ഷേക്കാൻ്റെ എടുത്ത് പിരിഞ്ഞു. എന്താ. പിന്നെ അവരുടെ വണ്ടിയിൽ നമ്മൾ സ്കൂളിൽ പിള്ളേരെ വിടുന്ന കണക്കല്ല, തിരിച്ച് വരുമ്പോഴത്തേക്കും വണ്ടിയിലൊക്കെ ആൾ കുറവായിരിക്കും, 2, 3, 4 പേരൊക്കെ കാണും കേട്ടോ. ഒത്തിരി വണ്ടി മിക്ക പേരൻസ് അവരോരോ മക്കളെ വിളിക്കാൻ വരികയും പോവുകയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ. പിന്നെ ഹോട്ടലിൽ ഞാൻ സ്ഥലമുണ്ടായിരുന്നു, ഞാനും ഇരുന്ന്. പിള്ളേർ അവരുടെ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നെ കണ്ടപ്പോൾ എന്താ അവർ രണ്ടുപേരും ഡള്ളായിട്ടുണ്ട്. ഞാനങ്ങനെ കയറുന്നതല്ലല്ലോ. പിന്നെ ഇത്രയുള്ള വിശേഷം. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി.